എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വഴറ്റാൻ ആവശ്യമായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ സവോള അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങായി. പിന്നെ ഇതേ ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ ചീനിച്ചട്ടി ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഈ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളകും സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള അല്ലാതെ ചെറിയ ഉള്ളി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഈ ചെറിയ ഉള്ളി തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ സവോള ഇട്ട് കൊടുത്തത്. അല്ലെ ഞാൻ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാനിത് വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഈ റവ ഞാൻ ഈ കൂട്ടിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാനൊരു 5 തവി, ഒരു ചെറിയ തവിക്ക് 5 തവി റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വറുത്തിട്ടൊന്നും ഇല്ലാത്തതാണ്. ഞാൻ ഈ ഒരളവ് ഇട്ടെന്നേ ഉള്ളേ. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും റവ എടുക്കാം കേട്ടോ. എനിക്ക് ഈ പാത്രത്തിൽ ഇളക്കാൻ പറ്റുന്ന അത്ര ഞാൻ എടുത്തെന്നുള്ളതേ ഉള്ളേ. ഇനി ഈ കൂട്ടിനകത്ത് കിടന്ന് ഈ റവയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനിയിപ്പം വറുത്ത റവയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതിയേ. ഇതിപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള റവ അല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ എളുപ്പമായിട്ടോ ഇതിൻ്റെ അകത്തിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ അതേ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളെടുത്തിരിക്കുന്ന ഈ റവയുടെ എല്ലാ ഭാഗത്തും നനവെത്തുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതേ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും എല്ലാ ഭാഗവും ഒന്നും നനഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഇത്രയും വെള്ളം മതിയായിരിക്കും. ഇനി നമ്മൾ ഇളക്കി നോക്കി കഴിയുമ്പോൾ നനവ് എല്ലായിടത്തും എത്തിയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരുപാട് കോരി ഒത്തിരി ഒഴിക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചേ കൊടുക്കാവുള്ളേ. ഇപ്പോൾ അതേ നനവ് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങായും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ഈ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കിങ്ങനെ ഈ വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് റവയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും ഒന്നേ വെള്ളം കൂടിപ്പോകും, അല്ലെ കുറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ഈ രീതിയിലാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് തന്നെ കിട്ടുവേ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ ഒരു തവണയെങ്കിലും കേട്ടോ. സ്കൂളൊക്കെ തുറന്നല്ലോ. അപ്പോൾ പിള്ളേർ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് ഉണ്ടാക്കിയതാട്ടോ ഉപ്പുമാവ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.